മമ്മൂട്ടിയുടെ ഗ്ലാമർ വേഷങ്ങൾ നിരവധിയാണ്. അതുപോലെ ഗ്ലാമർ വേഷങ്ങൾ ഇത്രയും ചെയ്തിട്ടുള്ള നടന്മാർ ഇന്ത്യയിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ എനിക്ക് സംശയമുണ്ട്. കാര്യം 90കളുടെ തുടക്കത്തിൽ ഗ്ലാമർ വേഷങ്ങളുടെ ഒരു നിര തന്നെയാണ് മമ്മൂട്ടിയിൽ നിന്ന് ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട സിനിമകൾ പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ശ്രദ്ധേയമായ മമ്മൂട്ടിയുടെ ഗ്ലാമർ വേഷങ്ങളായി തോന്നിയ 3 ചിത്രങ്ങൾ, ഒന്ന് ജാക്ക്പോട്ട്, അതുപോലെ ജോണി വാക്കർ, അതുപോലെ അനശ്വരം. ഈ 3 ചിത്രങ്ങളും മമ്മൂട്ടി എന്ന നടൻ്റെ ഗ്ലാമർ വേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് പകർന്ന ചിത്രങ്ങളാണ് ഈ 3 ചിത്രങ്ങളും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മമ്മൂട്ടി എന്ന നടൻ്റെ ആദ്യകാല സിനിമകൾ, അതായത് ഞാൻ 1983 ആരാത്രി എന്ന ജോഷി ചിത്രം തിയേറ്ററിൽ നിന്ന്, മമ്മൂട്ടിയുടെ ആദ്യം ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്ന ചിത്രമാണ് ആരാത്രി. അത് 1983 റിലീസായത്. അതിനെ തുടർന്ന് 1984 ജോഷിയുടെ തന്നെ മറ്റൊരു ചിത്രം സന്ദർഭം, മമ്മൂട്ടിയുടെ ചിത്രമായി ഞാൻ കാണുന്ന തിയേറ്ററിലെ 2ാമത്തെ ചിത്രം. അതിനെ തുടർന്ന് 1985 ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ മമ്മൂട്ടിയുടെ ഈ 1983, 84, 85 കാലഘട്ടത്തിൽ കണ്ട ചിത്രങ്ങൾക്ക് ശേഷം വർഷങ്ങൾ ഇപ്പോൾ എത്ര കടന്നുപോയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. അന്ന് 1983 ഞാൻ 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് ആരാത്രി എന്ന ചിത്രം ഞാൻ തിയേറ്ററിൽ കാണുന്നത്. അതിനുശേഷം വർഷങ്ങൾ ഇത്രയും കടന്നുപോയി, ഏകദേശം 40 കൊല്ലങ്ങൾ കടന്നുപോയിരിക്കുന്നു, ഇല്ലേ? ഏകദേശം 40 കൊല്ലങ്ങൾ കടന്നുപോയി. ഞാനൊരു അഭിഭാഷകനായി ഞാൻ എൻറോൾ ചെയ്ത ശേഷം തന്നെ ഇപ്പോൾ ഏകദേശം 25 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും മമ്മൂട്ടി ചിത്രങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണുന്ന ഒരു സ്വഭാവം തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ ഏകദേശം മമ്മൂട്ടി ഇങ്ങനെ ഈ തുടക്കത്തിലൊരു മമ്മൂട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലമുള്ള ചിത്രങ്ങളായിരുന്നു കൂടുതലും, കുടുംബത്തെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളായിരുന്നു മമ്മൂട്ടി കൂടുതലും ഈ 80 കാലഘട്ടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഈ മുഹൂർത്തം 11:30, അതുപോലെ തന്നെ ഈ മുത്തോട് മുത്ത്, ഇങ്ങനെ കൂട്ടിനിളങ്കിളി, ഇങ്ങനെയൊക്കെ കുറേ സിനിമകൾ വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ അഭിനയിച്ച് വരുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഇടയിൽ 86-87 കാലഘട്ടത്തിലാണ് ജോഷിയുടെ ന്യൂഡൽഹി വന്നത്. അപ്പോൾ ഇങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ ഏകദേശം 90കളുടെ ആദ്യ പകുതിയിൽ വന്ന ചിത്രങ്ങളാണ് ഞാൻ പറഞ്ഞ ഈ ജാക്ക്പോട്ടും അനശ്വരവും അതുപോലെ ജോണി വാക്കറും. ഈ ജാക്ക്പോട്ട് എന്ന ചിത്രം ഒരു സ്വന്തം കുട്ടിയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഒരു കുതിര പന്തയത്തിൽ അവസാനം ഒരു കുതിര ഒരു ഹോഴ്സ് റേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ജയിച്ചാൽ മാത്രമേ കുട്ടിയെ വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള ഒരു കുതിരയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമായിരുന്നു ഈ ജാക്ക്പോട്ട് എന്ന ചിത്രം. അപ്പോൾ ഈ ജാക്ക്പോട്ടിൽ തുടക്കം തൊട്ട് ഒടുക്കം വരെ മമ്മൂട്ടി വളരെ മനോഹരമായ കോസ്റ്റ്യൂംസുകൾ, അതുപോലെ തന്നെ മനോഹരമായ ഹെയർ സ്റ്റൈലുകൾ, ഇതെല്ലാം കൊണ്ടും വളരെ സമ്പന്നമായ ഒരു മമ്മൂട്ടിയുടെ ഒരു ഗ്ലാമർ ചിത്രമായിരുന്നു ജാക്ക്പോട്ട് എന്ന ചിത്രം. അതുപോലെ അതിനെ തുടർന്ന് വന്ന അനശ്വരം എന്ന ചിത്രം, അതിൽ മമ്മൂട്ടി ഒരു കാർ മെക്കാനിക്കായിട്ടാണ് അഭിനയിക്കുന്നത്. അതിലൊരു കാമുകനായിട്ടാണ് മമ്മൂട്ടി അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഒരു വൻ വിജയമായില്ലെങ്കിലും മമ്മൂട്ടി ചെയ്ത റോള് ഇന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോള് തന്നെ. കാര്യം ഒരു ത്രൂ ഔട്ട് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു റോളാണ് ഈ അനശ്വരം എന്ന ചിത്രത്തിൽ. അതുപോലെ ഈ ജോണി വാക്കർ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജയരാജ് ജോണി വാക്കർ, ആ ചിത്രത്തിൽ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്. ഒരാളുടെ സഹോദരനായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് ഈ ജോണി വാക്കർ എന്ന ചിത്രത്തിൽ. ആ ചിത്രം ഒരു മമ്മൂട്ടിയുടെ ഗ്ലാമറിൻ്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു ഗ്ലാമർ റോളായിരുന്നു മമ്മൂട്ടിക്ക് ആ ജോണി വാക്കർ എന്ന ചിത്രത്തിലൂടെ, ജയരാജ് ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ മമ്മൂട്ടി ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ റാംബ്ലർ എന്ന ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഈ പഴയ ഗ്ലാമർ ചിത്രങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ കരുതിയത്. ഈ റാംബ്ലർ എന്ന ചിത്രം പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒരു തരംഗം തന്നെ ആയിരുന്നു മമ്മൂട്ടിയുടെ ആ ഒരു ഗ്ലാമറിലുള്ള ആ ഒരു ഗ്ലാമർ ഫോട്ടോ കണ്ടിട്ട്. ഒരുപാട് പോപ്പുലറായ ഒരു ഫോട്ടോയാണ് ആ റാംബ്ലർ എന്ന ഫോട്ടോ. എന്തായാലും ഈ 70-കളിൽ നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഈ ഫോട്ടോ കണ്ട് നമ്മൾ അതിശയപ്പെടേണ്ട ആവശ്യമില്ല. കാര്യം ഈ മമ്മൂട്ടി എന്ന നടൻ
ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ പല പല ചിത്രങ്ങളിൽ വീണ്ടും ഗ്ലാമറസ് റോളുകൾ ഇനിയും വരും, അതിൽ അഭിനയിക്കും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വരുന്ന ചിത്രങ്ങൾ, എന്തായാലും വെറൈറ്റി ചിത്രങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മമ്മൂട്ടി എന്ന നടൻ്റെ വയസ്സ് നമുക്കൊരു വിഷയമല്ല. അദ്ദേഹം നമുക്ക് തരുന്ന വിഷ്വൽ ട്രീറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് കാണികളെ സംബന്ധിച്ചിടത്തോളം അത് വിഷ്വൽ ട്രീറ്റാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്കൊരു വിഷ്വൽ ട്രീറ്റാണ്. ആ വിഷ്വൽ ട്രീറ്റ് പ്രതീക്ഷിച്ച് പോകുന്ന നമ്മൾക്ക് മമ്മൂട്ടിയിൽ നിന്നും ആ ഒരു ഫുൾ നമ്മളെ എൻഗേജ് ചെയ്ത് ഇരുത്തുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ, അത് തന്നെയാണ് ഏറ്റവും വലിയ മമ്മൂട്ടിയുടെ ഒരു പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഗ്ലാമർ ഫോട്ടോ എന്തായാലും ഒരു വൈറലായ ഒരു ഫോട്ടോയാണ്. എന്തായാലും മമ്മൂട്ടി ഇനി ഇതുപോലെയുള്ള വ്യത്യസ്തമായ പല പല ഫോട്ടോകളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ തൻ്റെ പോസ്റ്റ് ആയിട്ട് ഇടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ അതെല്ലാം കണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇനി വരുന്ന ചിത്രങ്ങൾ അതുപോലെ തന്നെ മികവുറ്റ ചലച്ചിത്രങ്ങൾ ഇനി വരാനുണ്ട്. നമ്മൾ കാത്തിരിക്കുകയാണ്. ഓരോ ടർബോ വരാനുണ്ട്, ബസൂക്ക വരാനുണ്ട്, എല്ലാം നമുക്ക് അടുത്തടുത്ത് ഇനി വരാൻ പോകുന്ന സിനിമകളാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിനയം നമുക്ക് കാണുവാനുള്ള ഒരു അവസരം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ഉണ്ടാവട്ടെ, അല്ലേ? അത് അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ.